വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കാറിലേക്ക് കയറുമ്പോഴും അത് ഓടിക്കുമ്പോഴും തന്റെ മനസ്സിനൊട്ടും സുഖമില്ലെന്ന് വിശ്വക്കറിയാം. ആ സുഖമില്ലായ്മ കുറെ കാലം, അല്ലെങ്കിൽ ഒരു പക്ഷേ ജീവിതകാലം മുഴുവനും തനിക്ക് കൂടെ നിഴൽ പോലെ ഉണ്ടാവുമെന്നും അവനറിയാം. എനിക്കെന്തോ ഭയാവുന്നടാ. മുരുകൻ വിശ്വയെ നോക്കി. അതിനൊന്നും ഇവിടെ ഇനി യാതൊരു പ്രസക്തിയില്ലെന്ന മുരുക. വരുന്നിടത്ത് വെച്ച് കാണാവുന്നൊരൊറ്റ കാര്യം മാത്രമേ ഇനി നമുക്ക് മുന്നിലുള്ളൂ. വിശ്വ അവനെ നോക്കിയില്ല. വലിയൊരു ടെക്സ്റ്റൈൽസിന്റെ മുന്നിലാണ് വിശ്വ കാർ ഒതുക്കിയത്. അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വലിയൊരു തുക അക്കൗണ്ടിൽ വന്ന് കിടപ്പുണ്ട്. കൂട്ടത്തിലൊരു വോയിസ് മെസ്സേജ്. നേരത്തെ പറഞ്ഞുള്ള ദേഷ്യം മനസ്സിൽ വെച്ചേക്കല്ലേ, എല്ലാം ഭംഗിയായിട്ട് ചെയ്യണം. ആവശ്യത്തിനുള്ളതെല്ലാം വാങ്ങിക്കുക. കാശ് വേണമെങ്കിൽ ഇനി ഇട്ട് തരും. മുരുകന് കൂടെയുള്ള വാങ്ങിക്കാൻ മറക്കരുത്. പിന്നെ നല്ലൊരു ഫോണും വേറൊരു സിം കാർഡ് കൂടി വാങ്ങിക്കണം. ആ നമ്പർ ആർക്കും കൊടുക്കരുത് എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നീണ്ടുപോയ ഒരു മെസ്സേജ്. വിശ്വ അതിന് റിപ്ലൈ ചെയ്തില്ല. എങ്കിലും താൻ കാരണം, തന്റെ അലസത കാരണം തന്നെ ഏൽപ്പിച്ച ജോലിക്ക് ഒരു മോശവും സംഭവിക്കരുതെന്ന് അവന് നിർബന്ധമുണ്ട്. കാശ് വാങ്ങിച്ചിരുന്ന് നന്ദികേട് കാണിക്കാൻ അവന് ഒട്ടും വയ്യ. ഇതെന്താടാ ഇവിടെ? മുരുകൻ ആ വലിയ ഷോപ്പിന് നേരെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് വിശ്വയോട് ചോദിച്ചു. മിസ് മിത്രാണ് നീസിനോട് ഏറ്റുമുട്ടാനുള്ള ഡ്രസ്സ് എന്ന ആയുധങ്ങൾ ഇവിടെയാ, ഇറങ്ങിവാ. വിശ്വ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അകത്തേക്ക് കയറി ചെന്നവർക്ക് അവിടെ നിന്നുമുള്ള ഹൃദ്യമായ സ്വീകരണം. ജനിച്ചിട്ട് ഇന്നുവരെയും അതുപോലൊരു കടയിലേക്ക് കയറാത്തതിന്റെ എല്ലാ പരിങ്ങളും കൊണ്ട് രണ്ടുപേർക്കും. എന്താണ് വേണ്ട സാറേ എന്നുള്ള ചോദ്യം ചോദിച്ച ആൾക്ക് നേരെ നോക്കി കാര്യം പറഞ്ഞ വിഷയമാണ്. പിന്നീടെല്ലാം അയാളാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോയത്. മുന്നിലേക്ക് വലിച്ചിടുന്ന ഡ്രസ്സെല്ലാം തന്നെ അത്യാവശ്യം വിലയുള്ളതാണ്. അത്രയും വേണ്ടെന്ന് പറയണമെന്നുണ്ടായിരുന്നു വിശ്വക്ക്. പക്ഷെ അഖിലതറിഞ്ഞാൽ പറയാൻ സാധ്യതയുള്ള ഉത്തരവോർത്തും അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. വില നോക്കാതെ ഇഷ്ടം മാത്രം നോക്കി ആദ്യമായിട്ട് അവൻ വേണ്ടതെല്ലാം തിരഞ്ഞെടുത്തു. മുരുകൻ പക്ഷേ ഇത്രയൊന്നും വിലയുള്ള അവന് വേണ്ട എന്നുള്ള കടുത്ത നിലപാടിൽ ഉറച്ചു നിന്നു. എന്നാ പിന്നെ നീ എന്റെ കൂടെ വരണ്ട, ഇവിടെ തന്നെ നിന്നോ എന്ന് വിശ്വയും നിലപാട് ഘടിപ്പിച്ചോടെ മുരുകനും മനസ്സോടെ അവന് വേണ്ടി തെരഞ്ഞെടുത്തു. 1-2 മണിക്കൂർ നേരത്തെ അധ്വാനത്തിന് ശേഷം അവിടുന്ന് തിരിച്ചിറങ്ങി പോരുമ്പോൾ രണ്ടുപേർക്കും കയ്യിൽ നിറയെ പിടിക്കാനുള്ളതുണ്ട്. ഇനിയും വരണം സർ എന്ന് അതുവരെയും കൂടെ നിന്ന് സഹായിച്ചവൻ പറയുമ്പോൾ അവനോട് വരാമെന്നുള്ളത് തലയാട്ടി സമ്മതിച്ചെങ്കിലും എന്റെ പട്ടി വരി അങ്ങോട്ട് എന്നായിരുന്നു വിശ്വ ഉള്ളിൽ പറഞ്ഞ്. കാറിന് ഡിക്കി തുറന്നുകൊണ്ട് കൈകളുടെ മുഴുവൻ അതിലേക്ക് ഇട്ടുകൊണ്ട് മുരുകൻ നടുവിന് കൈകുത്തി നിന്നു. വിചാരിച്ച പോലെടാ മോനെ, ഇതൽപ്പം റിസ്ക് പിടിച്ച പണിയാ. മുരുകൻ കിതപ്പോടെ പറഞ്ഞു കേട്ടതും വിശ്വ അതേന്ന് തലയാട്ടി. ഒറിജിനൽ റിസ്കിന്റെ അരികിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല മുരുക. അതും പറഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു. ഇനി എങ്ങോട്ടാ? മുരുകൻ നിന്നിടത്തും വിളിച്ചു ചോദിച്ചു. തീർന്നിട്ടില്ലടാ, യുദ്ധത്തിനുള്ള ആയുധങ്ങൾ ഇനിയും വാങ്ങിക്കാനുണ്ട്. റോഡിനെതിരെയുള്ള ഫുട്വെയറിലേക്ക് നടക്കുന്നതിനിടെ വിശ്വ പറഞ്ഞു. മുരുകൻ അവന് പുറകെ തന്നെ ചെന്നു. അവിടെയും അതിനപ്പുറമുള്ള മൊബൈൽ ഷോപ്പിലുമായി അവിടെ അന്നത്തെ ദിവസം തീർന്നുപോയി. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ലടാ, വല്ലതും കഴിച്ചാലോ? ഈ ആയുധങ്ങൾ എടുത്തിട്ട് പ്രയോഗിക്കാൻ നമ്മൾ ബാക്കി വേണ്ടേ? മുരുകൻ തളർച്ചയോടെ ചോദിച്ചു. ഏറെക്കുറെ അവന്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് വിശ്വയും. അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് അവരിറങ്ങുമ്പോഴേക്കും രാത്രി ഒരുപാട് വളർന്നുപോയിരുന്നു. മുരുകനെ തിരികെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇറക്കേണ്ടത്. പിറ്റേന്ന് വിശ്വയുടെ കൂടെ കോഴിക്കോട് പോവേണ്ടി വരുന്നുള്ളൊരു ഊഹമുള്ളതുകൊണ്ട് അന്നുകൂടി അവൻ മല്ലിയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് കരുതി. ആൾക്കിപ്പോൾ കാര്യമായ കുഴപ്പമൊന്നുമില്ല. ഒരു മേജർ ഓപ്പറേഷൻ നടത്തിയതിന്റെ ക്ഷീണവും പിന്നെ അതിൻ്റെതായ അതീവ ശ്രദ്ധയും വേണം. അതിന് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കിടക്കട്ടെന്നായിരുന്നു അവരുടെ തീരുമാനം. വീട്ടിലെത്തിയാൽ ആ ഒരു സുരക്ഷ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പ്രത്യേകിച്ച് കോളനിയിലാകുമ്പോൾ. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, അവരോട് നീ പറഞ്ഞേക്ക്. നാളെ പോവേണ്ടി വരുന്നെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. രാവിലെ നീ വീട്ടിലേക്ക് വന്നാൽ മതി, അവിടെ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. മുരുകനെ ഹോസ്പിറ്റലിന് ഗേറ്റ് മുമ്പിൽ ഇറക്കി വിട്ടുകൊണ്ട് വിശ്വ പറഞ്ഞു. കൂടുതലൊന്നും പറയാതെ അത് തലയാട്ടി സമ്മതിച്ചുകൊണ്ട് തന്നെ വിശ്വ മുന്നോട്ട് പോവുകയും ചെയ്തു. നേരെ സാമൂൽ വക്കീലിന്റെ വീട്ടിലേക്കാണ് അവൻ പോയത്. വൈകാലം ചെല്ലുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ വക്കീൽ സീറ്റോളിൽ കാത്തിരിപ്പുണ്ട്. അവനെ കണ്ടതും എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ആഹാ, കൊള്ളാലോ, നീ രക്ഷപ്പെടണ മോനെ. തൊട്ടും തലോടിയും ആ കൊണ്ടുവന്ന് നിർത്തിയ പുത്തൻകാരനെ നേരെ നോക്കി വിശ്വ ഇറങ്ങി വന്ന നിമിഷം തന്നെ അയാൾ പറയുമ്പോൾ അവനെ തുറിച്ചു നോക്കി. അതല്ലടാ, കൊല്ലങ്ങളായി എന്റെ പഴയ വണ്ടി ഒന്ന് മാറ്റി കുറച്ചുകൂടി നല്ലൊരു വണ്ടി എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു. ഇന്ന് ഈ നിമിഷം വരെ അത് നടന്നിട്ടില്ല. നിനക്കൊരു ഒറ്റ ദിവസം കൊണ്ട് വണ്ടിയായല്ലോ, അതും പുത്തം പുതിയത്. വക്കീൽ താൻ പറഞ്ഞ ആ ഭാഗ്യം കൂടി വിശദീകരിച്ചു കൊടുത്തു. അവനെ ആ നോട്ടം കണ്ടതും. പിന്നെ ഭാഗ്യം മിത്രാണ് നീസ് മാത്യുവിനെ തളക്കാനുള്ള ആയുധം. അങ്ങനെ മതി വക്കീലെ, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. കാറിൽ ചാരിന്നിട്ട് അവനെ പറയുമ്പോൾ അവന്റെ മുഖത്ത് നിറയെ കടുപ്പം തന്നെയാണ്. അവരങ്ങനെ പറഞ്ഞോടാ? അവരങ്ങനെ മാത്രമാ പറഞ്ഞ്. അതെന്തേലും ആവട്ടെ, അവിടെ കൂടെ നിൽക്കുന്ന അത്രയും കാലം നിനക്ക് നിന്റെ വണ്ടി പോലെ തന്നെ യൂസ് ചെയ്യാലോ. വക്കീൽ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ചോദിക്കാൻ മറന്നു, എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിലെ കൊച്ചിന്റെ കാര്യം? വിശ്വയുടെ മൂടിക്കെട്ടിയ മുഖം കണ്ടിട്ട് വക്കീൽ വിഷയം മാറ്റാൻ ശ്രമിച്ചു. അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല വക്കീലേ, ശ്വാസം മുട്ടുന്ന മുഴുവൻ ഇപ്പൊ എനിക്കാ. ഇതിന് പിന്നെ ഇനി ചികിത്സ പോലും ഉണ്ടാവില്ല. ചത്തുടങ്ങിപ്പോകും വരെയും ഇതങ്ങ് സഹിക്കേണ്ടി വരും. വിശ്വ പക്ഷേ ആ വിഷയത്തിൽ നിന്ന് അല്പം പോലും മാറി ചിന്തിച്ച പോലുമില്ല. വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോടാ?
വക്കീൽ ചോദിക്കുമ്പോൾ വിശ്വ ഒരു നിമിഷം ഒന്നും മിണ്ടാ മുഖം കുനിച്ചു. എത്ര കഷ്ടപ്പെട്ടാലും ഒരാളെയും ചതിക്കാൻ വയ്യായിരുന്നു, അത് സ്നേഹിച്ച് ചതിക്കാൻ. അതിനോളം വലിയൊരു ചതിയുണ്ടോ വക്കീലെ ലോകത്തില്? അതിനോളം വലിയൊരു മുറിവുണ്ടോ, നോവുണ്ടോ? ഇനി അതല്ല ആ പെൺകുട്ടിക്ക് ഈ ഞാൻ കാരണം. വിശ്വ ഒന്ന് കണ്ണടച്ചു പിടിച്ച് ശ്വാസമെടുത്തു. നാളെ പോവേണ്ടി വരുമോ? എനിക്കറിയില്ല, എല്ലാം മുകളിൽ നിന്ന് ഓർഡർ വരും, അതിനനുസരിച്ച് ചെയ്യും. ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പൊന്നും വന്നിട്ടില്ല. വിശ്വ കാറിന്റെ കീ വക്കീലിന് നേരെ നീട്ടി. ഇതോടെ കിടന്നോട്ടെ, കോളനിയിലോട്ട് കൊണ്ടുപോയ ഒരു 100,000 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരും. അതും നല്ല അസലും നുണകള്. തൽക്കാലം അതിനെനിക്ക് വയ്യ. വക്കീൽ കീ വാങ്ങിച്ചു. നാളെ കോഴിക്കോട് ചെല്ലാൻ പറഞ്ഞിട്ട് അവർ വിളിക്കുകയാണെങ്കിൽ ഞാൻ രാവിലെ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ വക്കീലിന്റെ ബൈക്കും ഇങ്ങോട്ട് എത്തിക്കാം. പോകുമ്പോൾ ഇതോടെ കിടന്നോട്ടെ. അതും പറഞ്ഞുകൊണ്ട് വിശ്വ പോർച്ചിൽ നിന്ന് വക്കീലിന്റെ ബൈക്കിന് നേരെ ചെന്നു. നിനക്ക് ചായ വേണോടാ? വേണ്ട വക്കീലെ, ഞാൻ കഴിച്ചിട്ടാ വരുന്നത്. ഇനിയൊന്ന് ഉറങ്ങണം. മുരുകൻ വരുന്നുണ്ട് നിന്റെ കൂടെ? പിന്നില്ലാതെ, അവനില്ലാതെ ഞാൻ ഒറ്റക്ക് ഓർത്തിരുന്ന എന്തോ പോലെ. വിശ്വ ഒന്ന് തല ഉടഞ്ഞു. പിന്നെ രണ്ടും കൂടി പോയിട്ട് കൊളാക്കി പോരുത്, എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. വക്കീൽ ഗൗരവത്തോടെ പറഞ്ഞു. അവനുണ്ടെങ്കിൽ കൊളാവില്ല വക്കീലേ, വിശ്വക്ക് അതിൽ സംശയമൊന്നുമില്ല. പോയെന്നാ. പിന്നെയൊന്നും പറയാതെ വിശ്വ ബൈക്ക് എടുത്തു പോയതും ഗേറ്റ് അടച്ചു പൂട്ടിക്കൊണ്ട് വക്കീൽ വീണ്ടും കാറിന്റെ ചുറ്റും ചുറ്റിപ്പറ്റി നടന്നു. അന്ന് വിശ്വ വീട്ടിലെത്തുമ്പോൾ ഒരുപാട് വൈകി. കഴിക്കാനും കുളിക്കാനും നിൽക്കാതെ അവൻ ചെന്നതേ കയറിക്കിടന്നു. അന്ന് പക്ഷെ ഉറക്കം തിരിഞ്ഞു നോക്കുന്നില്ല. അല്പം വെള്ളം കുടിച്ചിട്ട് കിടക്കാന്ന് കരുതി അടുക്കളയിലേക്ക് ചെന്ന് തിരിച്ചിറങ്ങി ചെല്ലുമ്പോൾ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടതും അവന്റെ മുഖം ചുളിഞ്ഞു. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കി കുസുമ അവിടെ ഇരിപ്പുണ്ട്. ഇതെന്താണ്, ഉറക്കമൊന്നുമില്ലെന്ന് ഓർത്തുകൊണ്ടാണ് അവൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അവനെ കണ്ടതും അവരൊന്ന് തിരിഞ്ഞു നോക്കി. പക്ഷെ വീണ്ടും പഴയ പോലെ ആയിരുന്നു. വിശ്വക്കെന്തോ വല്ലാത്തൊരു വേദനയും വിങ്ങിലും തോന്നി ആ ഇരിപ്പ് കണ്ടപ്പോൾ. ഞാൻ നാളെ മിക്കവാറും കോഴിക്കോട് പോകും. ഒരു സംസാരത്തിന് തുടക്കമിട്ടെന്നോണം വിശ്വ പറഞ്ഞു വെക്കുമ്പോൾ ഗൗരവം നിറഞ്ഞ അമർത്തിയൊരു മോളിൽ മാത്രമാണ് ഉത്തരം. അമ്മയോട് തനിച്ചേക്കില്ലേ? വേറെ ആരെങ്കിലും ഏർപ്പാട് ചെയ്യണോ? എനിക്ക് പോയിട്ട് പെട്ടെന്നൊരു വരവ് നടക്കില്ല. വിശ്വക്ക് അവരെ നോക്കാനൊരു മടി തോന്നി. കുസുമ ഒന്നും മിണ്ടാതെ അവനെ നോക്ക് മാത്രം ചെയ്തു. പരമാവധി പെട്ടെന്ന് കടം വീട്ടിൽ ഞാൻ തിരിച്ചു വന്നോളാം. എങ്ങനെയാ നീ ഇത്രയും വലിയ തോക്ക് കടക്കാരനായത്? മുറിപ്പെടുന്ന ഒരു ചോദ്യം. അവനവന് വേണ്ടി കൂടി ജീവിക്കാൻ പഠിക്കു വിശ്വ. അതിനോളം വലുതല്ല വേറൊന്നും. വീണ്ടും വീണ്ടും നിന്നോടിത് പറയുന്നതേ നീ നിന്റെ അച്ഛൻ്റെ പോലെ ആയതുകൊണ്ടാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മത്സരത്തിലായവരുടെ ലോകമായത്. കൂടുതൽ ആത്മാർത്ഥ കാണിച്ചാൽ നീ തോറ്റുപോകും. അത് കാണാനും ഞാൻ മാത്രമേ ഉണ്ടാവൂ. ആ ഭയം നിനക്കില്ലെങ്കിലും എനിക്കതുണ്ട്. കുസുമത്തിന്റെ വാക്കുകൾക്ക് ഉപദേശത്തിന്റെ കനത്തേക്കാൾ ഒറ്റമകനോടുള്ള കരുതലിന്റെ മൂല്യമാണുള്ളത്. അവനത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള എതിർവാക്കുകളൊന്നും തന്നെ അവരുടെ മുന്നിലേക്ക് അവൻ എടുത്തിട്ടുമില്ല. പോയി കിടക്ക്, എനിക്ക് ഉറക്കം വരാത്തോണ്ട് ഇവിടെ വന്നിരുന്നു പോയതാ ഞാൻ. വീണ്ടും അവർ ആ ഇരുട്ടിലേക്ക് തന്നെ നോക്കി അതിൽ ലയിച്ചിരിക്കുന്നത് നോക്കിക്കൊണ്ടാണ് വിശ്വ തിരിഞ്ഞടന്ന്. തന്റെ അമ്മയും പുറത്തായി ഇരുട്ടും ഇപ്പോൾ ഒരുപോലെയാണെന്ന് തോന്നിയവന് പുറത്തെ കട്ട പിടിച്ച ആ കൂരിരുട്ട് നാളെ പുലരി വരെയും മാത്രമേ അങ്ങനെയെങ്കിൽ തന്റെ അമ്മ എത്രയോ കാലമായി ആ ഇരുട്ടും പേറിക്കൊണ്ടുള്ള ജീവിതമാണ്. അവന്റെ നെഞ്ച് കടഞ്ഞു, ചിന്തകൾ കുത്തി നോവിച്ചു. അതുകൊണ്ട് തന്നെ അന്ന് ഉറങ്ങാനും വൈകി. അഖിലിന്റെ കോളാണ് രാവിലെ അവൻ ഉണർത്തിയത്. കോഴിക്കോട് പോകാൻ റെഡിയായി ചെല്ലാൻ പറഞ്ഞുകൊണ്ടുള്ള ആ വിളി. വിശ്വാതുവരെയും ഇല്ലാത്ത അസ്വസ്ഥതയോടെ ഫോണും ചെവിയോട് ചേർത്തിട്ട് അതേ ഇരിപ്പ് തുടർന്നു. പോയിട്ട് വരാം. ഹൃദയം അപ്പാട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പാകത്തിന് വിറയിലുണ്ട് വിശ്വക്കത് പറയുമ്പോൾ. നന്നായി വാ. കുസുമം പതിവ് പോലെ ഗൗരവത്തോടെ പറയുമ്പോൾ ആ വാക്കുകൾ അവന്റെ നെഞ്ചിലാണ് പതിഞ്ഞത്. വെറുതെ അനുഗ്രഹിക്കണ്ട, നന്നാവില്ല. ഞാനൊരാളെ ചതിക്കാനാണ് പോകുന്നത്. അവന്റെ ഉള്ളിൽ ആ വാക്കുകൾ കിടന്ന് പുളഞ്ഞു. പക്ഷെ ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ തലയാട്ടി. ഞാൻ വിളിച്ചോളാം. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ വിശ്വമുഖം കുനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഡ്രസ്സൊന്നും കൊണ്ടുപോകണില്ലേ നീ? കുസുമാവന് പറയുക ചെന്നു. അവിടെ യൂണിഫോം ഉണ്ട്, പിന്നെ 2-3 കൂട്ടം മതി, അത് ഞാൻ പോകും വഴി വാങ്ങും. ബൈക്കിലേക്ക് കയറിയെന്നുകൊണ്ട് വിശ്വ പറഞ്ഞു. മുരുകനും നിന്റെ കൂടെ ഇല്ലേ? അവനിപ്പോ വരും, അവന് വീട്ടിലുണ്ട്. നിനക്ക് കഴിയാത്ത ജോലി വല്ലതാണെങ്കിൽ തിരിച്ചു പോന്നേക്കണം. കാശ് കൊടുക്കാനുണ്ടെന്ന് കരുതി പറ്റാത്ത പണിക്ക് നിൽക്കരുത്. അത് കൊടുക്കാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടാവും. കുസുമം പറയുമ്പോൾ വിശ്വയുടെ മുഖം കുനിഞ്ഞു. അവൻ പതിയെ ഒന്ന് മൂളി. പതിയെ പോണം, കുസുമ അവനെ നോക്കി ഓർമ്മിപ്പിച്ചു. ഇനിയൊന്നും കേൾക്കാൻ വയ്യുന്ന പോലെ വിശ്വ പതിയെ ബൈക്ക് റോഡിലേക്ക് ഇറക്കി. നീട്ടിയുള്ള അവന്റെ ഹോൺ കേട്ടിട്ട് മുരുകന് ഓടിപ്പടഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ട്. പോയിട്ട് വരാം. വിശ്വയുടെ പിന്നിലേക്ക് എറിയുന്നുണ്ട്. മുരുകനും കുസുമത്തിന്റെ നേരെ നോക്കി. അവരും തലയാട്ടി. വിശ്വ ബൈക്ക് മുന്നോട്ടെടുത്തു. എങ്ങോട്ടാണ് പോണെന്നുള്ള ചോദ്യം വഴിനീളെ രണ്ടാളും കേട്ടിരുന്നു. അപ്പോഴേക്കും വിശ്വയുടെ ഉള്ളിൽ ഒരു കടലിരമ്പമാണ്. ഒരു ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന മുരുകനോട് വീണ്ടും അടുത്ത ചോദ്യം വരും, എവിടെയാണെന്ന്. കോഴിക്കോട് എന്ന് പറയാതെ മുരുകൻ കോട്ടയം എന്നാണ് മറുപടി പറയുന്നത്. ഒരു വിധത്തിലും പിടിക്കപ്പെടരുത്.
എല്ലാം അവസാനിച്ച് തിരിച്ചു വരുമ്പോൾ വിഷയാരും ചതിയനായി കാണരുതെന്നും അവനൊരു സങ്കടം ഉണ്ടാവരുതെന്നും മുരുകന് നിർബന്ധമായിരുന്നു. അതവന്റെ കടമ കൂടിയായിരുന്നു. ഇടത്തരം വലിപ്പത്തിൽ എല്ലാ സൗകര്യങ്ങളും കൂടിയ നല്ലൊരു വീട്, അത് ഹൈ ലെവൽ ഏരിയയിൽ. MS കോളേജിൽ നിന്നും ഏറിയാൽ ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ടാവും. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അലോഷ്യരക്ഷം മിണ്ടുന്നില്ല. അഖിലിന് പക്ഷേ ഗൗരവത്തിനിടയിലും ചെറിയൊരു മയമുണ്ട്. ഓക്കെയാണോ? വീണ്ടും നേരെ നോക്കി വിശ്വ പറഞ്ഞു. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. MS കോളേജിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കയറി പറ്റാൻ നിലവിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. അതിലൊന്ന് അവിടെയുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ രണ്ടാളും അറ്റൻഡ് ചെയ്യുക എന്നതാണ്. ബോസിന്റെ അടുത്ത ബന്ധോടെ മാനേജ്മെന്റിലുണ്ട്. അതുകൊണ്ട് ആ കാര്യം വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ നടത്തിയെടുക്കാൻ ഞങ്ങൾക്ക്. പക്ഷെ അങ്ങനെ ചേരുമ്പോൾ ഒരു വിദ്യാർത്ഥി കൂടി അയക്കാം നീ ഇവനവിടെ. അതായത് ആ കോളേജിന്റെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാവുമെന്ന് സാരം. പരിമിതികൾ ധാരാളം ഉണ്ടാവും, അതെല്ലാം സഹിക്കേണ്ടിയും വരും. ഇനി അതല്ല, ഈ കാര്യത്തിൽ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ടെന്ന് പറഞ്ഞത്. അഖിലം നിർത്തിയിട്ട് വീണ്ടും വിഷയം നോക്കി. വീണ്ടും പഠിക്കാൻ, അതും കോളേജിൽ പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഭയമാണ് മുരുകന്റെ മുഖത്തെങ്കിൽ വിശ്വ അടുത്ത ഓപ്ഷൻ കൂടി അറിയാനുള്ള ആകാംക്ഷയിലാണ്. അതവന്റെ മുഖത്തുനിന്ന് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. കോളേജിൽ തന്നെയുള്ളൊരു ക്യാൻറ്റീൻ, അത് നമുക്ക് ലീസിന് കിട്ടും. ഇപ്പൊ കുറച്ച് അവതാളത്തിലാണ് അതിന്റെ കാര്യമെങ്കിലും പണി അറിയാവുന്നവന്റെ കൈ കിട്ടിയ നല്ലൊരു സംഭവമാക്കി തീർക്കാൻ കഴിയും. MS കോളേജ് ടൗൺഷിപ്പിൽ നിന്നും അത്ര അടിത്തട്ടിലല്ലാത്തതിനാലും കോളേജ് നിൽക്കുന്നിടത്ത് ചെറിയ 1-2 കടകൾ മാത്രമുള്ളതുകൊണ്ടും അവിടെ ഒരു ക്യാൻറ്റീൻ വിജയിക്കും. പിള്ളേരുടെ പൾസറിഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് കാര്യമായിട്ട് വരുമാനവും നേടാം. അതിനു പുറമെ മിത്രയുടെ കാര്യത്തിൽ അവളോട് അടുത്തിടപഴകാൻ തനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. എന്തു പറയുന്നു വിശ്വ? അഖിൽ തീരുമാനമെടുക്കാൻ അവനെ ഏൽപ്പിച്ചു. എനിക്കൊന്ന് ആലോചിക്കണം. പെട്ടെന്നൊരു തീരുമാനം പറയുന്നത് അത്ര നല്ലതല്ലെന്നൊരു തോന്നലിൽ വിശ്വ അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ഇതിലൊക്കെ എന്തോന്ന് ഇത്രയും ആലോചന? ആലോചിച്ച് അവൻ കേൾക്കാതെ പറയാൻ ഉദ്ദേശിച്ചത് വിശ്വ നല്ല വെടിപ്പായി കേൾക്കുകയും ചെയ്തു. ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ? അവൻ ആ പറഞ്ഞ് കേട്ടിട്ടെന്ന പോലെ തന്നെ വിശ്വ അഖിലിന്റെ നേരെ നോക്കി ഒന്ന് കൂടി കടുപ്പത്തിൽ ചോദിച്ചു. മതി, പക്ഷേ അധികം വൈകരുത്. കാരണം കോളേജിൽ ചേരാനാണെങ്കിലും ഇനി അതല്ല ക്യാൻറ്റീനെ ഏറ്റെടുക്കാനാണെങ്കിലും കുറച്ച് മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോളം നിന്റെ തീരുമാനം അറിയിക്കണം. മുൻപത്തെ പോലെയുള്ള ആജ്ഞയൊന്നുമല്ല, എന്നാൽ അപേക്ഷിക്കുന്നതുമല്ല. അഖിൽ ഇത് രണ്ടിന്റെ ഇടക്കാണ്. അറിയിക്കാം. വിശ്വ സമ്മതിച്ചു. ശരി, എങ്കിൽ ഞങ്ങൾ പോകുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുതിയ നമ്പറിൽ നിന്ന് വേണം വിളിക്കാൻ. ആ നമ്പറിൽ നിന്ന് എന്നെ ഇവനെയും മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കണം. തിരികെ കാറിലേക്ക് കയറിക്കൊണ്ട് അഖിൽ ഓർമ്മിപ്പിച്ചു. വിശ്വപതിയും തലയാട്ടി. കാർ എടുത്തുകൊണ്ട് വെറുതെ കറങ്ങിടക്കരുത്, എവിടെ തന്നെ ഉണ്ടാവണം. ആലോചിച്ച് വിശ്വയെ നോക്കി. അവന്റെ ചുണ്ടിലെ പുച്ഛം തെളിഞ്ഞു നിന്നല്ലാതെ വിശ്വ അതിന് ഉത്തരം പറഞ്ഞില്ല. 10-25,000 രൂപയ്ക്ക് നീ ഡ്രസ്സ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നാണോ അറിയാൻ കഴിഞ്ഞു. എന്നിട്ട് ഇതെന്താടാ ഈ കോലത്തില്? ഒരു സാധാരണ വെള്ളമുണ്ടോ മെറൂൺ കളർ ഷർട്ട് മുന്നിൽ നിൽക്കുന്ന വിശ്വയുടെ നേരെ നോക്കി ആലോചിച്ചാണ് ചോദിച്ചത്. നിങ്ങൾ വാങ്ങിത്തോന്നൊക്കെ അതുപോലെ തന്നെ ദാ ആ ബാഗിലുണ്ട്. കാറിൽ നിറക്കി വെച്ച ബാഗിൽ നേരെ വിശ്വ വിരൽ ചൂണ്ടി. നിങ്ങൾ പറഞ്ഞ ജോലിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം ഇട്ടിട്ട് അതിന്റെ മര്യാദ തന്നെ പോകും. തൽക്കാലം സാറിപ്പോ പോ. അലോഷി, നീ ഇങ്ങോട്ട് കയറ്. വിശ്വയുടെ സ്വരം അത്ര സുഖമില്ലെന്ന് തോന്നിയതും അഖിൽ അലോഷിയോടായി പറഞ്ഞു. വിശ്വ എന്ന് തുറിച്ചു നോക്കിക്കൊണ്ടാണ് അലോഷി കാറിലേക്ക് കയറിയത്. അവരുടെ കാർ അകന്നു പോയതോടെ വിശ്വ വീണ്ടും നേരെ തിരിഞ്ഞു. ഒറ്റ നോട്ടം കൊണ്ട് തന്നെ അവനത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ആ ഒരു തിളക്കം അവന്റെ കണ്ണിലും മുഖത്തെല്ലാം ചിതറിക്കിടക്കുന്നു. ഡാ, മുരുകൻ ഗൗരവത്തിൽ വിളിക്കുന്ന കേട്ടതും വിശ്വ അവന് നേരെ തിരിഞ്ഞു നോക്കി. ആ ക്യാൻറ്റീൻ മതി എന്നങ്ങോട്ട് പറയാനുള്ളത് നീ എന്ത് തേങ്ങക്കട ആലോചിച്ച് നോക്കിയിട്ട് പറയാന്നൊക്കെ പറഞ്ഞ് അതായിരുന്നു മുരുകന്റെ വിഷയം. അത് ഞാനൊന്ന് ജാട കിട്ടല്ലേ? വിശ്വ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. അവന്റെ ഒരു ജാട. ഇനി എങ്ങനെ നമ്മൾ ആ കോളേജിൽ പഠിച്ചാൽ മതി അവർ തീരുമാനിച്ച് വിളിച്ചാ ഞാൻ വന്നൊഴിക്കനെ തിരിച്ചു പോകും കേട്ടോ വിശ്വ. മുരുകന് വേവലാതിയാണ്. അതിന് നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേടാ. വീടിന്റെ സൈഡിൽ കൂടി നടന്നിട്ട് പരിസരം നിരീക്ഷിക്കുന്നതിനിടെയാണ് വിശ്വ പറയുന്നത്. എടാ, നിനക്കിത് എന്തിന്റെ കേടാ? കോളേജ് പഠനമൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? മുരുകൻ അവന് പറയുക ചെന്നു. ഇല്ല, അത് ഉറപ്പല്ലേ. പിന്നെ നീ എന്തിനാടാ അങ്ങനെ പറഞ്ഞ്? അതിന് ഉത്തരം ഞാൻ പറഞ്ഞല്ലോ. അതല്ലടാ, സ്കൂളിൽ പോവാത്തവരെ കോളേജിൽ എടുക്കില്ല മുരുക. നീ വെറുതെ ടെൻഷൻ ആവണ്ട. മുരുകന്റെ തോളിലും തട്ടി വിശ്വ ചിരിയോടെ പറഞ്ഞു. ആ ക്യാൻറ്റീൻ അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ. പിന്നെ അത് അപ്പം പറയാഞ്ഞത് അവരതിൻ്റെ ലാഭത്തിന്റെ കണക്കൂടി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ്. അവിടെ നമ്മൾ പട്ടിപ്പണിയെടുത്തിട്ട് ആ ലാഭം അവർക്ക്. അതൊരു ശരിയായ നടപടി അല്ല മുരുക. അതുകൊണ്ട് അതിലൊരു തീർച്ച വരുത്തണം. ജോലിക്കാരൊക്കെ വെച്ചിട്ട് നമ്മളവിടെ ബോസ് വിളിക്കാൻ മാത്രമാണെങ്കിൽ സംഭവം ഓക്കെ, ലാഭം അവർക്ക് സ്വന്തം. ഇനി അതല്ല, അവിടെ നമ്മൾ എന്ത് പണിയെടുത്താലും ആ അധ്വാനത്തിന്റെ വിഹിതം അത് നമ്മൾ കിട്ടണം. അത് പറയാനാ ഞാനൊരു സാവകാശം ചോദിച്ചത്. ഒറ്റയടിക്ക് പറയുമ്പോൾ സാർമാർക്ക് ചിലപ്പോൾ ദഹിക്കില്ല. വിശ്വ സിറ്റൗട്ടിലെ ബാഗും എടുത്തിട്ട് അകത്തേക്ക് നടക്കുന്നതിനിടെ പറഞ്ഞു നിർത്തി. ഇതെല്ലാം പറയുമ്പോൾ അവരെ ഇടയോടാ. മുരുകൻ അവന് പറയുക തന്നെ കൂടി. സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ ചൊറിയൻ ചെയ്യാൻ പോലുള്ള ഒരുത്തനില്ലേ, അവൻ ഉറപ്പായിട്ടും ചൊറിയും. വിശ്വക്ക് കൂസലൊന്നുമില്ല. എന്ന് എഴുതി പറയാനുള്ളോ പറയാതിരുന്നാ
പിന്നെ അത് ഇതിലും വലിയൊരു ചൊറിച്ചിലാവും, പ്രശ്നമാവും. അതിനേക്കാൾ നല്ലതല്ലേ? വിശ്വ കയ്യിലെ ബാഗ് ഹാളിലെ സോഫയിലേക്ക് വെച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാം അവിടെ തന്നെയുണ്ട്. ഫർണിച്ചർ അടക്കം, അടുക്കള സാധനങ്ങൾ വേറെയും. ഹാളിൽ നിന്നുള്ള 2 മുറികൾ, അത്യാവശ്യം വലിയൊരു അടുക്കള, പിന്നെ ഹാളും സിറ്റ് ഔട്ടും. പുതിയ വീടാണ്. അതിനു മുന്നേ ആരെങ്കിലും താമസിച്ചിന്റെ അടയാളങ്ങളൊന്നും എവിടെയും അവശേഷിക്കുന്നില്ല. വിശ്വക്ക് വീണ്ടും വീണ്ടും അവിടെ ഇഷ്ടമാവുകയാണ്. വീടിന്റെ പുറത്തുമല്ലാത്തൊരു ശാന്തതയുണ്ട്. വളവും തിരിവൊന്നുമില്ലാത്ത റോഡിന്റെ ഇരുവശവും നിറയെ വീടുകളുമുണ്ട്. എല്ലാം അത്യാവശ്യം വലിയ വീടുകൾ. ഗേറ്റും ചുറ്റുമതിലുമൊക്കെയായി നല്ല വൃത്തിയായി കിടക്കുന്ന ഏരിയ. അവരങ്ങോട്ട് വന്നിട്ട് അത്രയും നേരമായിട്ടും ആ പരിസരത്തുള്ള ആരും അങ്ങോട്ട് നോട്ടവുമായോ ചോദ്യവുമായോ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ശാന്തതയായി വിശ്വക്ക് തോന്നിയതും. നിനക്ക് ഏത് മുറി വേണ്ട? വിശ്വ ചോദിക്കുന്ന കേട്ട് മുരുകൻ അവനെ നോക്കി. 2 മുറിയിലും ഒരുപോലെ തന്നെയാണ് എല്ലാം. നമുക്ക് ഒറ്റ മുറി പോരെടാ? മുരുകൻ ചോദിച്ചിട്ട് വിശ്വനെ തുറച്ചു നോക്കി. അതിന് ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടുവന്നാണോ? അല്ലേടാ, അറിയാത്ത സ്ഥലല്ലേ, നിനക്കൊരു പേടി വേണ്ടെന്ന് ഞാൻ. മുരുകൻ എളിമയോടെ പറയുമ്പോൾ അവന് നോയി പല്ലടിച്ചുകൊണ്ട് വിശ്വ ഇടതുവശത്തെ മുറിയിലേക്ക് കയറിപ്പോയി. ആദ്യ ദിവസം അതിന്റെ എല്ലാ ടെൻഷനും കൂടിയാണ് മിത്ര കോളേജിൽ വന്ന് ഇറങ്ങിയത്. ടീൻ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മിത്രയുടെ വീട്ടിലും ദൂരം കൂടുതലുള്ളതുകൊണ്ട് അവൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ അവളവിടെ എത്തി. എടി, മുടിഞ്ഞ ട്രാഫിക്കാ, എന്നെ കാത്തിക്കണ്ട, നീ കയറിക്കോ, ഞാൻ എത്തിക്കൊള്ളാം. വീണ്ടും വിളിച്ചപ്പോൾ ടീന പറഞ്ഞുകൊണ്ട് മിത്ര സ്കൂട്ടി പാർക്കിംഗിലേക്ക് വെച്ചിട്ട് അകത്തേക്ക് നടന്നു. ക്ലാസ് എവിടെയാണെന്നതിനെ കുറിച്ച് ഒരു അറിവുമില്ല. ആരോടെങ്കിലും ചോദിച്ചു നോക്കാമെന്ന് കരുതി മിത്ര പതിയെ മുന്നോട്ട് നടന്നു. പോകും വഴിയുള്ള കാഴ്ചകൾ അവൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. മുന്നോട്ട് പോകുന്തോറും അവൾക്ക് അവിടെ കൂടുതൽ കൂടുതൽ ഇഷ്ടമാവുന്നുണ്ടായിരുന്നു. മിത്രയും വിശ്വനും ഒരേ കോളേജിലേക്ക്. കാത്തിരിക്കാം, എങ്ങനെയാണ് വിശ്വൻ മിത്രയെ വളക്കുന്നത്? വിശ്വക്കത് സാധിക്കുമോ? ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.